സരസ്വതി വിദ്യാമന്ദിർ നന്മണ്ട രാമായണ മാസാചരണം 30-ാം ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു ശിശുബാലിക അധ്യാപികയായ ശ്രീമതി ഗീത. നമസ്തേ. മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമ യത് ക്രൗഞ്ചമിഥുനാദേകമവതീം കാമമോഹിതം. തമസാ തീരത്ത് കളനാദം പൊഴിച്ചുകൊണ്ട് രസിക്കുന്ന 2 ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിൻ്റെ നേർക്ക് വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന വേടൻ അമ്പെയ്തു. അമ്പ് തറച്ച് ചോര വാർന്നൊഴുകുന്ന ദേഹത്തോടെ നിലത്ത് വീണ് പിടയ്ക്കുന്ന ആൺപക്ഷിയെ നോക്കി പിട കരുണാർദ്രമായി കൂകി. ഈ കാഴ്ച കണ്ട് കരളലിഞ്ഞ മഹർഷി വാത്മീകിയുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സ്വയം ഒഴുകി വന്ന വരികളാണിവ. മഹർഷിയുടെ ഹൃദയത്തിൽ ശോകം ശ്ലോകമായി മാറിയപ്പോൾ ഉണ്ടായതാണ് എക്കാലത്തെയും മികച്ച ഇതിഹാസകാവ്യമായ രാമായണം. ശ്രീരാമൻ്റെ കാലഘട്ടത്തിലെ ജീവിതത്തെപ്പറ്റി വിപുലമായ വിജ്ഞാന സമ്പത്താണ് വാത്മീകി നൽകുന്നത്. അന്നത്തെ സാമൂഹിക ജീവിതം, യുദ്ധതന്ത്രം, ആശ്രമജീവിതം, ആചാരാനുഷ്ഠാനങ്ങൾ, പ്രകൃതി വിഭവങ്ങളുടെ സമ്പത്ത്, സമൃദ്ധി, ഋതുഭേദങ്ങൾ ഇവയെല്ലാം വാത്മീകി തൻ്റെ ഇതിഹാസത്തിൻ്റെ വിപുലമായ കലവറയിൽ സമൃദ്ധമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. രാമായണ കഥ ഭാരതത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും അറിയാമെന്നതു മാത്രമല്ല, അതിലെ കഥാപാത്രങ്ങൾ ഭാരതീയരുടെ മനസ്സിൽ ആദർശ കഥാപാത്രങ്ങളായി മാറിയിട്ടുമുണ്ട്. രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനുമെല്ലാം ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളായി തീർന്നു. നന്മതിന്മകളുടെ പ്രതീകങ്ങളായി രാമരാവണന്മാർ ഭാരതീയരുടെ മനസ്സിൽ ശാശ്വത പ്രതിഷ്ഠ നേടി. വാത്മീകിയുടെ ഉജ്ജ്വലമായ പ്രതിഭയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കഥാപാത്രങ്ങളും സംഭവങ്ങളുമെല്ലാം കാലത്തെ അതിജീവിച്ച് ഇന്നും സജീവമായി നിലനിൽക്കുന്നു. ഈ ഭൂമിയിൽ പുഴകളും പർവ്വതങ്ങളും ഉള്ളിടത്തോളം കാലം രാമായണം ലോകം മുഴുവൻ പ്രചരിക്കുമെന്ന ബ്രഹ്മാവിൻ്റെ വാക്കുകൾ സഫലമായി തീരുകയും ചെയ്തു. ഇതിന് കാലം സാക്ഷി. നന്ദി, നമസ്കാരം.